നമസ്കാരം. തെരുവിലിട്ട് വിജയനെ ഇങ്ങനെ തല്ലരുത്. അണികൾക്ക് പ്രാന്ത് പിടിച്ചു, നേതാക്കൾ മാളത്തിലൊളിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM നേതൃത്വം എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും പഠിച്ചിട്ടില്ല, ഇനിയൊന്നും പഠിക്കില്ല എന്ന് തന്നെ പറയണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, CPMന്റെ നേതൃത്വത്തിനെതിരെ അണികളുടെ അമർഷവും ശക്തമായിട്ടുള്ള എതിർപ്പുകളും വെളിവാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നടക്കുന്ന കൊല്ലം ശൂരനാട് ഏരിയ കമ്മിറ്റിയിൽ ഉയർന്ന രൂക്ഷ വിമർശനങ്ങൾ. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം M വിജയകുമാർ പങ്കെടുത്ത വേദിയിലാണ് നേതാക്കളുടെ ധാർഷ്ട്യത്തിനെതിരെയും കുന്നത്തൂർ മണ്ഡലത്തിലെ പരാജയത്തെക്കുറിച്ചുമൊക്കെ അംഗങ്ങൾ ഈ സിനിമാ സ്റ്റൈലിൽ പരിഹാസ ശരങ്ങൾ എഴുതത് എന്നുള്ളതാണ്. ശേഖര, നിന്റെ ഭാഷയ്ക്കൊരു ശുദ്ധി വന്നിരിക്കുന്നു. ആവശ്യമായ സമയമെടുത്ത് നിർഭയമായിട്ട് വിമർശിക്കാമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിനെ മോഹൻലാലിന്റെ രാവണപ്രഭു സിനിമയിലെ ഡയലോഗ് കൊണ്ടാണ് CPM ശൂരനാട് ഏരിയ കമ്മിറ്റിയിൽ അംഗങ്ങൾ വിമർശിച്ചത് എന്നുള്ളതാണ്. അതായത് ഇതിനു പുറമെ കുന്നത്തൂർ മണ്ഡലത്തിലെ കനത്ത പരാജയത്തെ മേഘം സിനിമയിലെ ശ്രീനിവാസന്റെ സംഭാഷണം കടമെടുത്തുകൊണ്ട് അംഗങ്ങൾ പരിഹസിച്ചത്, ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം MLA ഇനി മത്സരിച്ചാൽ ജയിക്കില്ല എന്ന്. പക്ഷേ അതറിയാത്തത് MLAക്കും നമ്മുടെ പാർട്ടിയിലെ ചില നേതാക്കന്മാർക്കും മാത്രമായിരുന്നു എന്നായിരുന്നു ഏരിയ കമ്മിറ്റിയിലെ തുറന്നെടുപ്പുകൾ. ഇങ്ങനെ കൊല്ലുകയാണ് പിണറായി വിജയനെയും MV ഗോവിന്ദനുമൊക്കെ താറടിച്ചു കാണിക്കുന്ന രീതിയിലേക്ക് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അടക്കം പ്രതിഷേധിക്കുകയാണ്. ബ്രാഞ്ചുകളും ഇത്തരത്തിൽ തുടങ്ങിയാൽ ഇനി എന്തായിരിക്കും ഇവരുടെ ഒരു ഭാവി എന്നുള്ളതാണ്. അത് MV ഗോവിന്ദന്റെ ആണെങ്കിലും പിണറായി വിജയന്റെ ആണെങ്കിലും. വിജയനെ ഒന്നും ഇങ്ങനെ തെരുവിൽ വലിച്ചു വയ്ക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പാകത്തിലേക്ക് ആക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ പാർട്ടിയുടെ എല്ലാ തഴക്കമുള്ള ഘടകങ്ങളും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും അത് പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ടാണ് കോവൂർ കുഞ്ഞുമോൻ 6ാമതും അവസരം നൽകിയത്, സ്ഥാനാർത്ഥിത്വം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചത് എന്നുള്ളതാണ് ശൂരനാട്ടുകാരുടെ പരാതി. പരാജയം മുൻകൂട്ടി ഉറപ്പിച്ചതുപോലെയായിരുന്നു തെരഞ്ഞെടുപ്പ് സ്വീകരണ പര്യടനങ്ങളിൽ പോലും മണ്ഡലത്തിലെ പ്രമുഖ നേതാക്കളുടെ പെരുമാറ്റമെന്ന് പറയപ്പെടുന്നു. മണ്ഡലത്തിൽ പരാജയം ഉറപ്പായതോടെ പുറമെ വർഗീയതയ്ക്കെതിരെ വലിയ പ്രസംഗങ്ങൾ നടത്തിയിരുന്നവർ വോട്ടിനായിട്ട് SDPI നേതാക്കളുടെ പിന്നാലെ പോയത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയതായിട്ടും ഈ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടുന്നു. ഈ തന്നിഷ്ട പ്രകടനങ്ങൾ കാരണം ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കുന്നത്തൂർ മണ്ഡലത്തിലെ പാർട്ടിയുടെ ഉറച്ച കോട്ടകൾ വരെ UDF തരംഗത്തെ ഒലിച്ചുപോയി എന്നതാണ്. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തന ശൈലിക്കെതിരെയും കമ്മിറ്റിയിൽ കടുത്ത അമർഷമുയർന്നു. സാധാരണക്കാരായിട്ടുള്ള പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും കയറി ചെല്ലാൻ പറ്റാത്ത തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സങ്കടങ്ങളും ദുരിതങ്ങളും നേരിട്ട് ബോധിപ്പിക്കുവാൻ ചെന്ന നേതാക്കളോട് ഇനി ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ താക്കീത് ചെയ്തതായിട്ട് അംഗങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു. കാര്യസാധ്യത്തിനായി എത്തുന്ന ഇടനിലക്കാരുടെ സർവീസിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരുടെയൊക്കെ താവളമായിട്ട് പാർട്ടി കമ്മിറ്റികൾ മാറുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ പാർട്ടിയിലെ ചില പ്രമുഖ നേതാക്കൾക്കുണ്ടായ ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് അണികൾ ആവശ്യപ്പെടുകയാണ്. നിലവിലെ ജില്ലാ സെക്രട്ടറി ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ കൊല്ലം ജില്ലയിൽ പാർട്ടി പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന അവസ്ഥ വരുമെന്നും ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഭാരവാഹികളുടെ മുഖത്തു നോക്കി തുറന്നടിച്ചു. ഭാരവാഹികളുടെ ധാർഷ്ട്യവും ഏകാധിപത്യപരമായ തീരുമാനങ്ങളുമാണ് പാർട്ടിയെ ഈ തകർച്ചയിലേക്ക് എത്തിച്ചത് എന്നാണ് ശൂരനാട് ഏരിയ കമ്മിറ്റിയിൽ വരുന്ന പൊതുവികാരം. ഇത് ഞാൻ കൊല്ലം ജില്ലയിൽ നടന്ന സംഭവമായതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ശൂരനാട് ഏരിയ കമ്മിറ്റിയിൽ സംഭവിച്ച ഒരു പൊതുവികാരത്തെ തുറന്നു കാട്ടുകയാണ്. ഇത് തന്നെയാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഏരിയ കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ കണിശതയോടുകൂടി പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും തുറന്നു പറയുവാൻ ഇപ്പോഴെങ്കിലും അണികൾ ഈ വികാരം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ പറയാൻ ഈ പാർട്ടിയോ വോട്ട് ചെയ്യാൻ ഒരു ചിഹ്നമോ ഉണ്ടാകില്ല എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുവാൻ ചേർന്ന CPM കോവളം വെഞ്ഞാറമൂട് ഏരിയ കമ്മിറ്റി യോഗങ്ങളിലുമൊക്കെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർക്കെതിരെ വിമർശനം വളരെ കൃത്യമായി ഉയർന്നു എന്നുള്ളതാണ്. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും പ്രവർത്തന ശൈലി ശരിയല്ല എന്ന് കോവളം ഏരിയ കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായമുയർന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യം നിറഞ്ഞ പറച്ചിൽ അത് അനവസരത്തിലായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അഹങ്കാരമായി ജനം വിലയിരുത്തി. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും പ്രശ്നങ്ങൾ പാർട്ടി ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല. അവിടെ വിമർശനം ഉയർത്തിയവർ ശരിയായ പാർട്ടിക്കാരായിരിക്കെ അവരെ വിമതരാക്കി.
അവർ ഉന്നയിച്ച കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ സംസ്ഥാന നേതൃത്വത്തിന് തന്നെ കഴിഞ്ഞില്ല. പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള പിണറായി വിജയൻ ആ വിഷയങ്ങൾ മൗനം പാലിച്ചത് ശരിയായിരുന്നില്ല എന്ന് കൂടിയുള്ള വിമർശനം വളരെ കൃത്യമായി പറയുവാൻ ഈ കോവളം വെഞ്ഞാറുമുടി ഏരിയ കമ്മിറ്റികളിലെ അംഗങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മന്ത്രിമാരുടെ ഭരണനിർവഹണ പ്രക്രിയയിൽ കമ്മ്യൂണിസ്റ്റ് ഇടപെടൽ പ്രകടമായില്ല. ഭരണവിരുദ്ധ വികാരമല്ല, ജനകീയമായ ശൈലി ഇല്ലാതിരുന്നതാണ് പരാജയ കാരണമെന്നും അംഗങ്ങളിൽ ചിലർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീരുമാനങ്ങൾ പലതും മുഖ്യമന്ത്രിയിൽ മാത്രം കേന്ദ്രീകരിച്ചു. സംസ്ഥാനമൊട്ടാകെ സ്ഥാപിച്ച പ്രചാരണ ബോർഡുകളിൽ പിണറായിയുടെ ചിത്രം മാത്രം ഉൾപ്പെടുത്തിയതും വിമർശിക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവായിട്ട് പിണറായിയെ വേണമെന്നും വേണ്ടെന്നും അഭിപ്രായമുയർന്നു. പി ജയരാജനെ പോലുള്ള നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആയിരുന്നു എന്നുള്ള അഭിപ്രായം അടക്കമുണ്ടായി. തെറ്റുകുറ്റങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അവ ചൂണ്ടിക്കാണിക്കാതെ പരാജയപ്പെട്ട ശേഷം അംഗങ്ങൾ വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് ഒരു വിഭാഗം അംഗങ്ങൾ പറയുകയും ചെയ്തു. സംസ്ഥാന കമ്മിറ്റി പ്രതിനിധിയായിട്ടുള്ള എസ് രാജേന്ദ്രന്റെ സാന്നിധ്യത്തിൽ കൊല്ലത്ത് നടന്ന സംഭവത്തിന് ഇനിയും എന്തൊക്കെ ദൃക്സാക്ഷ്യം വേണമെന്നുള്ളതാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പരാജയ കാരണം സംബന്ധിച്ച അതത് ലോക്കൽ കമ്മിറ്റികൾ ഉപരി കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും ഏരിയ നേതൃത്വം അത് മുഖവിലക്കെടുക്കാത്തതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ആക്കം കൂട്ടിയത് എന്നുകൂടി വെഞ്ഞാറുമുടി ഏരിയ കമ്മിറ്റിയിൽ വിമർശനമായിരുന്നു. ന്യൂനപക്ഷ ധ്രുവീകരണമാണ് പരാജയ കാരണമെന്ന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ശരിയല്ല എന്നാണ് അണികളുടെ സിദ്ധാന്തം. പാർട്ടി ഘടകങ്ങളുള്ള നേതൃത്വത്തിന്റെ വിയോജിപ്പാണ് പരാജയത്തിന് കാരണമെന്ന് പഠിക്കണം സഖാക്കളെ. നടപടി ഉണ്ടാകുമെന്ന് ഭയന്നാണ് ആരും ആ കാര്യങ്ങൾ തുറന്നു പറയാത്തത്. അതുകൊണ്ട് പുതിയ സഖാക്കൾ ഉണർന്നെണീക്കേണ്ട സമയമായിരിക്കുന്നു. ശക്തമായ നേതൃത്വമില്ലാത്തതിനാൽ മണ്ഡലത്തിൽ പാർട്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാകാതെ വാമനപുരത്ത് പാർട്ടി സംഘടനാ ദൗർബല്യം നേരിടുകയാണ് എന്നുള്ള വിമർശനം അടക്കമുണ്ടായി. സംസ്ഥാന സമിതി മുതൽ കീഴ്ഘടകം വരെ പാർട്ടിയുമായിട്ട് അകലേണ്ടി വന്ന നേതാക്കളെയും പ്രവർത്തകരെയും തിരിച്ചെത്തിക്കുവാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടുകളും അഭിപ്രായങ്ങളും പലപ്പോഴും തിരിച്ചടിച്ചു. വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും എതിരെ നിലകൊണ്ട CPM വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾക്ക് ഒത്താശ ചെയ്യുന്നുവെന്ന തോന്നൽ അത് പൊതുസമൂഹത്തിൽ വന്നതും പരാജയത്തിന് ആക്കം കൂട്ടി എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുത്ത പല അണികൾക്കും പറയുവാനുള്ളത് ഈ വെള്ളാപ്പള്ളിയെ ചുമന്ന് നടക്കമുള്ള കാര്യങ്ങളാണ്. സത്യത്തിൽ അണികൾക്ക് പ്രാന്ത് പിടിക്കുകയാണ്. ഈ അണികളുടെ പ്രാന്ത് കണ്ട് നേതാക്കളടക്കം മാളത്തിലൊടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി എത്തിച്ചേരുന്നു. തെരുവിലിട്ട് വിജയനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്ന തരത്തിലേക്ക്, അലക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു സാഹചര്യം. MV ഗോവിന്ദനും വിജയനും ചെയ്തത് തെറ്റാണ്. ആ തെറ്റിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്.